നമസ്കാരം. രാഹുലിന് വേണ്ടി മുഹബത്ത് കി ദുക്കാൻ തുറന്നു വെച്ച് വയനാട്. രാഹുൽ അല്ലാതെ മറ്റാരാണ് വയനാട്ടിൽ എന്ന ചോദ്യമാണ് വയനാടൻ മലനിരകളിൽ പ്രചാരണത്തിൽ ഉയർന്നു കേട്ടത്. അത് അനർത്ഥമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. വയനാട്ടുകാർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വയനാട്ടുകാർ ചെവികൊണ്ടു. 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രാഹുൽ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക്. രാഹുൽ ജയിച്ചെങ്കിലും വയനാട്ടിൽ തന്നെ തുടരുമോ എന്നാണ് സംശയം. 2019 തിരഞ്ഞെടുപ്പ് സമയത്തും ഇതേ ചോദ്യം ഉയർന്നെങ്കിലും അമേഠിയിൽ തോറ്റതോടെ അത് അവസാനിച്ചു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. സോണിയാഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട ഗാന്ധി കുടുംബം വൈകാരിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന റായ്ബറേലിയിലും രാഹുൽ ജയിച്ചു. ഇതോടെ രാഹുൽ വയനാട്ടിൽ തുടരുമോ എന്ന ചോദ്യം വീണ്ടും ശക്തമായി ഉയരുന്നു. 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ചത്. അത് ഇത്തവണ 3,64,422 ആയി. പ്രധാനമായും 3 കാരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കുറച്ചത്. കഴിഞ്ഞ തവണ രാഹുൽ മത്സരിക്കുന്നുവെന്ന് വയനാട്ടിലും കേരളത്തിലും വലിയ തരംഗം സൃഷ്ടിച്ചു. അത് ഇത്തവണ ഉണ്ടായില്ല. വയനാട് MP ആണെങ്കിലും രാഹുൽ വയനാട്ടിൽ വല്ലപ്പോഴും മാത്രമാണ് എത്തിയത്. പൊതുജനവുമായി നേരിട്ട് ബന്ധവും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാർക്ക് രാഹുൽ ഗാന്ധി തീർത്തും അപ്രാപ്യനായിരുന്നു. ഇത്തവണ എതിർപക്ഷത്ത് LDFന്റെ ദേശീയ നേതാവായ ആനി രാജയും NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമായിരുന്നു. കരുത്തരായ ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തി വോട്ട് പിടിച്ചു. എന്നാൽ വയനാടിന്റെ മനസ്സ് എക്കാലത്തും UDFനൊപ്പമായിരുന്നു. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണ് രാഹുൽ മത്സരത്തിനിറങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഗാന്ധി കുടുംബവുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള റായ്ബറേലിയിൽ രാഹുൽ തുടരണമെന്നാണ് സോണിയയുടെ താല്പര്യം. രാഹുൽ അത് അംഗീകരിച്ചാൽ വയനാട്ടിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയേക്കാം. രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. പ്രിയങ്ക ഗാന്ധിയെ നിർത്തണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. അല്ലെങ്കിൽ കോൺഗ്രസ് വയനാട്ടിലെ ജനത്തെ വഞ്ചിച്ചെന്ന തോന്നൽ ഉണ്ടാകാം. എന്തായാലും വയനാട്ടിലെ 3 മുന്നണി പ്രവർത്തകരും ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുക എന്ന് കണ്ടറിയേണ്ടി വരും. സോണിയാഗാന്ധിയുടെ സീറ്റിംഗ് മണ്ഡലമാണ് റായ്ബറേലി. 2014ലും 2019ലും സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. 2019 തിരഞ്ഞെടുപ്പിൽ 1.67 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു BJPയുടെ ദിനേശ് പ്രതാപ് സിംഗിനെ സോണിയ പരാജയപ്പെടുത്തിയിരുന്നത്. ഇതേ ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ഇക്കുറി രാഹുലിനെതിരെ BJP രംഗത്തിറക്കിയതും. സോണിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം നേടി രാഹുൽ റായ്ബറേലിയിൽ വിജയിക്കുമെന്നാണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. വോട്ടെണ്ണൽ പകുതി വഴി പിന്നിട്ടപ്പോൾ തന്നെ പരാജയം സമ്മതിക്കുന്ന സൂചനയിൽ റായ്ബറേലിയിലെ BJP സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് Xൽ രംഗത്തെത്തിയിരുന്നു. വിജയം നമ്മുടെ കയ്യിലല്ല. തിരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നന്ദി. ദൈവത്തിന്റെ രൂപത്തിൽ പൊതുജനങ്ങൾ എഴുതിയ വിധി എന്താണോ അത് ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു. Xൽ ദിനേശ് പ്രതാപ് സിംഗ് ഇങ്ങനെ കുറിച്ചു. അതേസമയം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ 4.7 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മോദി നേടിയത്. 2019 1.52 ലക്ഷം വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തായ കോൺഗ്രസിന്റെ അജയ് റായ് ആണ് ഇക്കുറി നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി. ഇക്കുറി വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ 4.5 ലക്ഷം വോട്ടുകൾ അജയ് റായ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.